സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം റഷീദ് തായ്ലാർ. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഇതൊരു നിക്ഷേപ നിർദ്ദേശമായിട്ട് ഒരിക്കലും പരിഗണിക്കരുത്. അടുത്ത ആഴ്ച വരുന്ന ഹയസ്റ്റ് ഡിവിഡൻഡ്, അതായത് 1% കൂടുതൽ ഡിവിഡൻഡ് വരുന്ന കമ്പനികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. അപ്പോൾ ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാൻ സാധിക്കും എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഒരിക്കലും ഒരു നിക്ഷേപ നിർദ്ദേശമായിട്ട് ഇതിനെ കണക്ക് കൂട്ടുകയേ ചെയ്യരുത്. നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് നിർബന്ധമാണ്. നമുക്ക് നോക്കാം, ഇന്നത്തെ ഈ വരുന്ന ആഴ്ചയിൽ, അതായത് ഹയസ്റ്റ് ഡിവിഡൻഡ് കൊടുക്കുന്നത് ആഗസ്റ്റ് 16-ൻ്റെയും ഓഗസ്റ്റ് 23-ൻ്റെയും ഇടയിൽ ഹയസ്റ്റ് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികൾ ഏതൊക്കെയെന്ന് നോക്കാം. അതായത് 1% കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്നത്. ആദ്യത്തെ കമ്പനി AK ക്യാപിറ്റൽ സർവീസസ് BSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 520 രൂപയാണ്. ഓഗസ്റ്റ് 18-ന് എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് 6 രൂപയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.15%. രണ്ടാമത്തെ കമ്പനി കോൾ ഇന്ത്യ ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 235 രൂപയാണ്. ഓഗസ്റ്റ് 18 എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ സ്റ്റോക്ക് കൊടുക്കുന്ന ഡിവിഡൻഡ് 4 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.7%. മൂന്നാമത്തെ കമ്പനി D-ലിങ്ക് ഇന്ത്യ ലിമിറ്റഡ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 331 രൂപയാണ്. ഓഗസ്റ്റ് 18-ന് എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ സ്റ്റോക്ക് കൊടുക്കുന്ന ഡിവിഡൻഡ് 10 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 3%. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 2 ഡിവിഡൻഡാണ്. സ്പെഷ്യൽ ഡിവിഡൻഡ് ഉണ്ട്, അതേപോലെ ഫൈനൽ ഡിവിഡൻഡ് ഉണ്ട്. നാലാമത്തെ കമ്പനി ELIXIR ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്. ഇത് BSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 46 രൂപ 50 പൈസയാണ്. ഓഗസ്റ്റ് 18-ന് എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ സ്റ്റോക്ക് കൊടുക്കുന്ന ഡിവിഡൻഡ് 1 രൂപ 25 പൈസയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 2 രൂപ 2.69%. അഞ്ചാമത്തെ കമ്പനി IFGL റിഫാക്ടറീസ് ലിമിറ്റഡ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 473 രൂപയാണ്. സ്റ്റോക്കിൻ്റെ എക്സ് ഡേറ്റ്, അതായത് ഡിവിഡൻഡിൻ്റെ എക്സ് ഡേറ്റ് 18-ാം തീയതിയാണ്. കൊടുക്കുന്ന എമൗണ്ട് 7 രൂപ പെർ ഷെയർ. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.48%. ആറാമത്തെ കമ്പനി JK പേപ്പർ ലിമിറ്റഡ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 334 രൂപയാണ്. ഓഗസ്റ്റ് 18-ന് എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഡിവിഡൻഡിൻ്റെ എമൗണ്ട് 4 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.2%. ഏഴാമത്തെ കമ്പനി KSE ലിമിറ്റഡ് ആണ്. BSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 1725 രൂപയാണ്. ഓഗസ്റ്റ് 18-ന് എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള കമ്പനിയുടെ ഡിവിഡൻഡ് 20 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.16%. എട്ടാമത്തെ കമ്പനി LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 425 രൂപയാണ്. ഓഗസ്റ്റ് 18-ന് എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഡിവിഡൻഡ് എമൗണ്ട് 8 രൂപ 50 പൈസയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 2%. ഒൻപതാമത്തെ കമ്പനി പെട്രോനെറ്റ് LNG ലിമിറ്റഡ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 225 രൂപയാണ്. ഓഗസ്റ്റ് 18-ന് എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഡിവിഡൻഡ് എമൗണ്ട് 3 രൂപയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.33%. പത്താമത്തെ കമ്പനി SHILP ഗ്രാവുറേസ് ലിമിറ്റഡ് ആണ്. BSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 120 രൂപയാണ്. ഓഗസ്റ്റ് 18 എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഡിവിഡൻഡ് എമൗണ്ട് 2 രൂപ 10 പൈസയാണ്. സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.75%. 11ാമത്തെ കമ്പനി ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 265 രൂപയാണ്. ഓഗസ്റ്റ് 21-ാം തീയതി എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഡിവിഡൻഡ് എമൗണ്ട് 3 രൂപയാണ്. സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.13%. 12ാമത്തെ കമ്പനി JAGSONPAL ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. NSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 458 രൂപയാണ്. ഓഗസ്റ്റ് 21-ന് എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് എമൗണ്ട് 5 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.09%. 13ാമത്തെ കമ്പനി STOVEC ഇൻഡസ്ട്രീസ് ആണ്. BSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 2508 രൂപയാണ്. ഓഗസ്റ്റ് 21 എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ കമ്പനിയുടെ ഡിവിഡൻഡ് എമൗണ്ട് 157 രൂപയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസിൻ്റെ 6.26%. 14ാമത്തെ കമ്പനി ട്രാൻസ്പെക് ഇൻഡസ്ട്രി ലിമിറ്റഡ് ആണ്. BSEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 1901 രൂപയാണ്. ഓഗസ്റ്റ് 21-ന് എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ കമ്പനിയുടെ ഡിവിഡൻഡ് എമൗണ്ട് 27 രൂപ 50 പൈസയാണ്. സ്റ്റോക്ക് പ്രൈസിൻ്റെ 1.45%.
15ാമത്തെ കമ്പനി യൂണി അബെക്സ് അലോയ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് ആണ്. BSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 1500 രൂപയാണ്. 21 ഓഗസ്റ്റ് 2023 എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ സ്റ്റോക്കിന്റെ ഡിവിഡൻഡ് എമൗണ്ട് 20 രൂപയാണ്. സ്റ്റോക്ക് പ്രൈസിന്റെ 1.33%. 16ാമത്തെ കമ്പനി ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 624 രൂപയാണ്. ഓഗസ്റ്റ് 21 എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ സ്റ്റോക്കിന്റെ ഡിവിഡൻഡ് 9 രൂപ 25 പൈസയാണ്. സ്റ്റോക്ക് പ്രൈസിന്റെ 1.48%. 17ാമത്തെ കമ്പനി മോർഗാനൈറ്റ് ക്രൂസിബിൾ ഇന്ത്യ ലിമിറ്റഡ് ആണ്. BSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സ്റ്റോക്കിന്റെ പ്രൈസ് 1037 രൂപയാണ്. ഓഗസ്റ്റ് 22 എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ കമ്പനിയുടെ ഡിവിഡൻഡ് 11 രൂപ പെർ ഷെയർ ആണ്. സ്റ്റോക്ക് പ്രൈസിന്റെ 1.06%. 18ാമത്തെ കമ്പനി പനാമ പെട്രോക്കം ലിമിറ്റഡ് ആണ്. NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 289 രൂപയാണ്. ഓഗസ്റ്റ് 22 എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ കമ്പനിയുടെ ഡിവിഡൻഡ് 5 രൂപ പെർ ഷെയർ ആണ്. സ്റ്റോക്ക് പ്രൈസിന്റെ 1.73%. 19ാമത്തെ കമ്പനി TYCHE ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. BSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 188 രൂപയാണ്. 22 ഓഗസ്റ്റ് എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ കമ്പനിയുടെ ഡിവിഡൻഡ് എമൗണ്ട് 2 രൂപ പെർ ഷെയർ ആണ്. അതായത് 1.06%. 20ാമത്തെ കമ്പനി വസുന്ധര റസായൻസ് ലിമിറ്റഡ് ആണ്. BSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 157 രൂപയാണ്. ഓഗസ്റ്റ് 22 എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള കമ്പനിയുടെ ഡിവിഡൻഡ് എമൗണ്ട് 2 രൂപ പെർ ഷെയർ ആണ്. അതായത് 1.27%. 21ാമത്തെ കമ്പനി ഐജി പെട്രോകെമിക്കൽസ് ലിമിറ്റഡ് ആണ്. NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സ്റ്റോക്കിന്റെ പ്രൈസ് 452 രൂപയാണ്. ഓഗസ്റ്റ് 18 എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ കമ്പനിയുടെ ഡിവിഡൻഡ് 10 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിന്റെ 2.21%. 22ാമത്തെ കമ്പനി IL&FS ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് ആണ്. NSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 8 രൂപ 95 പൈസയാണ്. ഓഗസ്റ്റ് 17 എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ കമ്പനിയുടെ ഡിവിഡൻഡ് എമൗണ്ട് 80 പൈസയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസിന്റെ 8.94%. 23ാമത്തെ കമ്പനി ഇൻഡസ്ട്രിയൽ പ്രൊഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ലിമിറ്റഡ് ആണ്. BSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ മാർക്കറ്റ് സ്റ്റോക്ക് പ്രൈസ് 2915 രൂപയാണ്. 17 ഓഗസ്റ്റ് എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ സ്റ്റോക്കിന്റെ ഡിവിഡൻഡ് 60 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിന്റെ 2.06%. 24ാമത്തെ കമ്പനി യമുന സിൻഡിക്കേറ്റ് ലിമിറ്റഡ് ആണ്. BSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 18,760 രൂപയാണ്. ഓഗസ്റ്റ് 17 എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ കമ്പനിയുടെ ഡിവിഡൻഡ് എമൗണ്ട് 325 രൂപയാണ്. അതായത് സ്റ്റോക്ക് പ്രൈസിന്റെ 1.73%. 25ാമത്തെ കമ്പനി AK ക്യാപിറ്റൽ സർവീസസ് ലിമിറ്റഡ് ആണ്. BSE രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് 520 രൂപയാണ്. ഓഗസ്റ്റ് 18 എക്സ് ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ള ഈ സ്റ്റോക്കിന്റെ ഡിവിഡൻഡ് എമൗണ്ട് 6 രൂപ പെർ ഷെയർ ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസിന്റെ 1.15%. ഇത്രയും കമ്പനികളാണ് ഈ ബുധനാഴ്ച, അതായത് വരുന്ന ബുധനാഴ്ച മുതൽ അതിനപ്പുറത്തുള്ള ബുധനാഴ്ച വരെയുള്ള ഒരാഴ്ച ടൈമിൽ ഹയസ്റ്റ് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികൾ. ഇതൊരു നിക്ഷേപ നിർദ്ദേശമല്ല. നിങ്ങൾ ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.